പത്തനംതിട്ട തിരുവല്ലയിൽ ഗുണ്ടാപിരിവ് നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്തു. കാപ്പ കേസ് പ്രതിയായ മരണ സുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടറും മറ്റ് 5 പേരും ചേർന്നാണ് ക്രൂരകൃത്യം നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് സുബിൻ ഉൾപ്പെടെ 3 പേരെ പോലീസ് പിടികൂടി. വിവരങ്ങളുമായി കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, എന്താണ് സംഭവം? പോലീസ് എന്താണ് പറയുന്നത്? മായ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ മരണ സുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടർ ഇത്തരത്തിൽ ഈ തിരുവല്ലയിലെ സ്പാ സെന്ററിലെത്തി ഈ തുക ആവശ്യപ്പെടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ തുക നൽകാത്തതിനാലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ബലാത്സംഗത്തിലേക്കൊക്കെ കടന്നിരിക്കുന്നത്. 50,000 രൂപ ഇവർക്ക് പിരിവ് നൽകണമെന്നാണ് ഈ കാപ്പ കേസിലെ പ്രതി കൂടിയായിട്ടുള്ള ഈ സുബിൻ ആവശ്യപ്പെട്ടത്. അതനുസരിച്ച് കഴിഞ്ഞ ഫെബ്രുവരി 1-ാം തീയതിയും ഇദ്ദേഹം ഈ സ്പായിലെത്തിയിരുന്നു. തുടർന്നാണ് ഈ ജീവനക്കാരിയെ കത്തി കാട്ടി വിരട്ടുകയും ഇദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടായിരുന്ന 5 പേരും ചേർന്ന് ഇവരെ പീഡിപ്പിക്കുകയുമായിരുന്നു. ആദ്യം ഈ 50,000 രൂപ ആവശ്യപ്പെട്ടെങ്കിലും ഇത് നൽകാൻ ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്ന് സ്പാ ജീവനക്കാരെ അറിയിക്കുകയായിരുന്നു. എന്നാൽ അത് സമ്മതിക്കാതെ ഈ ജീവനക്കാരിയെ സ്പായ്ക്കുള്ളിലിട്ട് തന്നെയാണ് ഈ 6 പേരും ചേർന്ന് ബലാത്സംഗം ചെയ്തത്. ഈ കേസിൽ ഇപ്പോൾ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ മരണ സുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടർ അടക്കം 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി 3 പേർക്കായുള്ള തിരച്ചിൽ പോലീസ് തുടരുകയാണ്. മായ, കണ്ണൻ, ഈ മരണ സുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടർ ഇവരുമായി ഇപ്പോൾ ഈ ബലാത്സംഗത്തിനിരയായ യുവതി ഇവരുമായി മുൻപ് എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതിൻ്റെ ഭാഗമായിട്ടാണോ എന്തെങ്കിലും വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായി അതിൻ്റെ ഭാഗമായി വഴക്കുമൂത്ത് അങ്ങനെയാണോ ഇതിലേക്ക് കടക്കുന്നത്? ഈ സുബിൻ അലക്സാണ്ടർ സ്ഥിരം ഒരു കുറ്റവാളിയാണ്. ഇദ്ദേഹത്തിനെതിരെ കാപ്പ ചുമത്തിയിട്ടുള്ള ഒരാളാണ്. ഇദ്ദേഹം സ്ഥിരമായി ഈ ഗുണ്ടാപ്പണിയിൽ ഏർപ്പെടുന്ന ഒരാളാണ്. അത്തരത്തിൽ ഈ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും പണം പിരിവ് വാങ്ങുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്, ഗുണ്ടാപ്പിരിവ് വാങ്ങുന്ന ഒരു രീതിയുണ്ട്. അത്തരത്തിൽ ഒരു ഗുണ്ടാപ്പിരിവ് വാങ്ങാൻ കഴിഞ്ഞ കുറേ നാളുകളായി ഈ സ്പായെ സമീപിച്ചിരുന്നു. എന്നാൽ ഈ തുക നൽകാതെ വന്നതോടെയാണ് ഇത്തരത്തിൽ 6 പേർ ചേർന്ന് ഈ സ്പായിലേക്ക് അതിക്രമിച്ചു കയറുകയും ഇത്തരത്തിൽ ഈ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായത്. നേരത്തെ തന്നെ കുറച്ച് നാളുകളായി ഇത്തരത്തിൽ ഈ സ്പായിലേക്ക് ഈ തുക ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സുബിനും കൂട്ടാളികളും എത്തിയിരുന്നു. ഈ തുക നൽകാതെ വന്നതോടെയാണ് സുബിൻ ഇത്തരത്തിൽ ബലാത്സംഗത്തിലേക്ക് കടന്നത്. മാത്രമല്ല, ഈ ബലാത്സംഗ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയും ഒപ്പം ഈ സ്പായിൽ ഉണ്ടായിരുന്ന 20,000 രൂപയും എടുത്തുകൊണ്ടാണ് ഈ സുബിനും കൂട്ടാളികളും പിന്നീട് ഇവിടെ നിന്ന് മടങ്ങുന്നത്. എന്തായാലും ഇപ്പോൾ സുബിൻ ഉൾപ്പെടെ 3 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ബാക്കി 3 പേർക്കായുള്ള തിരച്ചിൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. മായ, ശരി, കണ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പത്തനംതിട്ട തിരുവല്ലയിൽ ഗുണ്ടാപിരിവ് നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്തിരിക്കുകയാണ്. 6 പേർ ചേർന്നാണ് ബലാത്സംഗത്തിന് ഇരയാക്കിയിരിക്കുന്നത് യുവതിയെ.